പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തതിൽ വിശദീകരണവുമായി മെറ്റ. സാങ്കേതിക പ്രശ്നമായിരുന്നു എന്നാണ് വിശദീകരണം. വീഡിയോ ഇതിനോടകം വീണ്ടും പബ്ലിക്കാക്കി. മോദി ആദ്യം ഇറക്കിയ വീഡിയോ ആണ് മെറ്റ കുറച്ചു നേരത്തേക്ക് നീക്കം ചെയ്തത്. ഒരാഴ്ചക്കിടെ മോദിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൽ 4 മില്യൺ വർധനയുണ്ടായിട്ടുണ്ട്. ഇതോടെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവായി മോദി മാറി. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഈ പ്രതിഷേധങ്ങൾക്കിടയിലും നരേന്ദ്രമോദിയുടെ ജനപ്രീതി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് BJP അവകാശപ്പെടുന്ന ഒരു കാര്യം. അതിന് സൂചകമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലുള്ള ഫോളോവേഴ്സിന്റെ എണ്ണ വർധനയാണ്. മധു, കോക്രോച്ച് ജനതാ പാർട്ടി അടക്കമുള്ള കേന്ദ്ര സർക്കാരിന് എതിരായ സംവിധാനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചരണം നടത്തുമ്പോഴാണ് പ്രധാനമന്ത്രിക്ക് സമൂഹ മാധ്യമത്തിൽ കൃത്യമായ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ വർധനവ് ഉണ്ട് എന്ന് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് 4 മില്യൺ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മൊത്തം 105 മില്യൺ ഫോളോവേഴ്സാണ് പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പോൾ ഉള്ളത്. ലോക നേതാക്കളിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള നേതാവെന്ന പദവിയിലേക്ക് മോദി എത്തി എന്നും BJP അവകാശപ്പെടുന്നു. എന്താണെങ്കിലും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം. ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധമാകട്ടെ അല്ലെങ്കിൽ E20 പെട്രോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആകട്ടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രധാനമായും പ്രചരിക്കുകയും വലിയ തരത്തിൽ ഇതിനെതിരെയുള്ള വലിയ ആ ഒരു വികാരം ഉണ്ടാവുകയും ചെയ്ത് തങ്ങളും ഒട്ടും പിന്നല്ല എന്നാണ് മോദി ഇപ്പോൾ എന്താണെങ്കിലും ഈ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും പിന്നീട് ദില്ലിയിലെ തെരുവുകളിൽ വലിയ യുവാക്കളുടെ പ്രതിഷേധം അലയടിക്കുകയും ചെയ്ത ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഒരു സമൂഹ മാധ്യമ പോസ്റ്റ്, പ്രത്യേകിച്ച് ഒരു സെൽഫി വീഡിയോയുമായി അർദ്ധരാത്രി രംഗത്തേക്ക് വന്നിരുന്നു. പിന്നീട് ആ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഇതിനിടയിൽ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി മെറ്റയും ഇപ്പോൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ വീഡിയോ അപ്രത്യക്ഷമായത് എന്നാണ് മെറ്റ വിശദീകരിക്കുന്നത്. നിലവിൽ ആ വീഡിയോ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നും ഇതിൽ മെറ്റ വിശദീകരണം നൽകുന്നു. അതേസമയം പ്രത്യേകിച്ച് ഈ പറഞ്ഞ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ വീഡിയോ മെറ്റ റിമൂവ് ചെയ്ത് എന്ന ചില സംശയം BJP ക്യാമ്പുകൾക്കടക്കം ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ എന്തായാലും മെറ്റ പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കാരണം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന നടത്തിയൊരു വീഡിയോ അത് സമൂഹ മാധ്യമത്തിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലൊരു മാധ്യമത്തിന് അപ്രത്യക്ഷമായത് എന്ത് സാങ്കേതിക പ്രശ്നം ആണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മെറ്റയോട് ചോദിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും മറ്റെന്തെങ്കിലും ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള, കാരണം നമുക്കറിയാം പല വീഡിയോകളും പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ റിമൂവ് ചെയ്യുന്ന സാഹചര്യമൊക്കെ സമൂഹ മാധ്യമങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും നടപടിയാണോ ഈ വീഡിയോയ്ക്കെതിരെ ഉണ്ടായതെന്നടക്കം സംശയങ്ങൾ കേന്ദ്ര സർക്കാരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മെറ്റ പ്രതിനിധികളെ വിളിച്ചു വരുത്തിക്കൊള്ള തീരുമാനം കേന്ദ്രം എടുത്തിരിക്കുന്നത്. അവരുടെ വിശദീകരണം ഇക്കാര്യത്തിൽ കേൾക്കും. ഇതിനോടകം തന്നെ പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരും മെറ്റയും രണ്ട് തട്ടാണെന്ന് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വാട്സപ്പിൽ ഈ പറഞ്ഞ യൂസർ നെയിമുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അത്തരത്തിൽ പല വിഷയങ്ങളിലും ഒപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികളുടെ ലൈംഗികാതിക്രമം അടക്കമുള്ള വിഷയങ്ങൾ വ്യാപകമായി വരുന്നതടക്കമുള്ള പരസ്യങ്ങൾ വരുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരും മെറ്റയും രണ്ട് തട്ടിൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നിർണായക വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മെറ്റയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സാങ്കേതിക തകരാറാണ് അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നമാണ് വീഡിയോ നഷ്ടപ്പെടാൻ കാരണമെന്ന് മെറ്റ പറയുമ്പോഴും അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായി തന്നെ കേന്ദ്രം പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. സാങ്കേതിക പ്രശ്നമാണെന്നാണ് മെറ്റ വിശദീകരിക്കുന്നത്.